ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനായി നാം ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അറിയും എന്നതിനെ കുറിച്ചാണ്. രണ്ട് വാക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നതും അതിനാധാരമായിട്ട് ഒരു ഭാഗം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനം 143 10 വാക്യം. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവിന് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ്: നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പലരും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് അറിയുവാൻ വളരെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് ഒരു മാനവരാശിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം ബൈബിൾ ഇങ്ങനെ പറയുന്നു: സത്യത്തെ അറിയുന്നവർ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുത്താൽ, ആ വചനം നമ്മെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ നടത്തും, നമ്മെ താങ്ങും എന്ന് വളരെയധികം വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. അതിനു വേണ്ടിയാണ് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്: കർത്താവ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ നാളുകളിൽ നമ്മൾ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. കാരണം ലോകം അത്രയ്ക്കും ഭയാനകമാകുന്ന അനുഭവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി ഈ ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെഡിക്കൽ സയൻസിലാണെങ്കിൽ പല രീതികളിലുള്ള മെഷീൻസുകളാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും മെഡിക്കൽ പരമായിട്ടുള്ള വളർച്ചകളും വളരെ വളരെ വലുതാണ്. എന്നിട്ട് രോഗത്തിന് കുറവുണ്ടോ, അല്ലെങ്കിൽ രോഗത്തിന് സൗഖ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ രോഗം കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. പല രോഗങ്ങളും ഇന്ന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം നാം ഒന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ പല വിഷയങ്ങളിലും നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും എന്നത് വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം. എല്ലാത്തിലും കഷ്ടത വന്നാലും രോഗം വന്നാലും ഒരു വ്യക്തി നമ്മെ അപമാനിച്ചാലും നമ്മെ പഴിച്ചാലും നമുക്ക് അനുഗ്രഹം വന്നാലും സന്തോഷം വന്നാലും സമാധാനം വന്നാലും സങ്കടം വന്നാലും എല്ലാത്തിലും
നാം സ്തോത്രം ചെയ്യണം. ഇത് ദൈവത്തിന് ഇഷ്ടമാണ്. അടുത്ത് ആമേൻ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് 2-3 ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത് ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, ആത്മാവിനെ കെടുക്കരുത്. വളരെയധികം മനസ്സിലാക്കണം. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിലേക്ക് തരുന്നത് വിശുദ്ധിയോടെ ജീവിക്കുവാനാണ്, ശുദ്ധീകരണത്തോടു കൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. ആ ആത്മാവിനെ നമ്മൾ കെടുക്കരുത്. രണ്ടാമത് പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഒരു ഭാഗം ശോധന ചെയ്ത്, എല്ലാത്തിലെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം എന്ന ഈ ഭാഗം പലരും സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം മനസ്സിലാക്കണം. അത് ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും, ഒരു മെഡിസിനെ കുറിച്ച് പറഞ്ഞാലും, ഒരു സാമ്പത്തിക ഇടപാടലിനെ കുറിച്ച് പറഞ്ഞാലും, ഭൗതികമാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാലും, വിവാഹ ആലോചനയെ കുറിച്ച് പറഞ്ഞാലും, അതിനെ ശോധന ചെയ്യുവാൻ, അതിനെ നല്ലതാണോ എന്ന് അന്വേഷിക്കുവാൻ നാം തയ്യാറാകണമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലരും ഇന്നാളുകളിൽ ശോധന ചെയ്യാറില്ല. പലരും ഇന്നാളുകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ദൈവം തന്നതല്ലേ, ഇങ്ങനെ കാരണത്തിൽ വന്നതല്ലേ, അത് ദൈവം തന്നതാണ്, ദൈവം തോന്നിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്ന പല വ്യക്തികളും ഉണ്ട്. പല വ്യക്തികളുടെ ജീവിതത്തിൽ വിവാഹം നടന്നു പിന്നീട് വളരെ കണ്ണുനീർ അനുഭവിക്കുന്ന പല വ്യക്തികളെയും എൻ്റെ മിനിസ്ട്രി ലെവലുകളിൽ എനിക്കറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചു പോകുകയാണ്. വചനം പറയുന്നത് ശോധന ചെയ്യണം, ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നല്ലതിനെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ നമ്മൾ എല്ലാവരെയും പഴിചാരി നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നാളുകൾ എല്ലാറ്റിലും സ്തോത്രം ചെയ്യണമെന്ന് ദൈവാത്മാവ് പറയുന്നു. അതുപോലെ തന്നെ ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. അടുത്ത് പറയുന്ന ഒരു ഭാഗം, നമ്മൾ ശോധന ചെയ്യണം, എല്ലാറ്റിനെയും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഇന്നാളും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ വിഷയത്തിൽ ഒന്നുകൂടി പറയുകയാണ്. പ്രിയരെ, നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു വിവാഹം നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 50 പ്രാവശ്യം ആലോചിക്കുക, പ്രാർത്ഥിക്കുക, ശോധന ചെയ്യുക, അന്വേഷിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലതിനെ മുറുകെ പിടിക്കുക. നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥിച്ചു സമർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയമാകും. അത് കല്യാണം മാത്രമല്ല കേട്ടോ പ്രിയരെ, നമ്മുടെ ഭൗതികമാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ആത്മീകമാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ആ കാര്യം ഈ കാര്യം ഫോളോ ചെയ്യണം, ശോധന ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അടുത്ത കാര്യം പറയുന്നത്, ദോഷവും വിട്ടകലുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ വസിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദോഷം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദോഷത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഒരു പരിചയക്കാരനാണ്, ആ വ്യക്തി പറയുന്ന കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിന് സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ ദോഷവും അതിൽ നിന്നും വിട്ടകലണം. സകലവിധ ദോഷങ്ങളിൽ നിന്നും നമ്മൾ വിട്ടകലുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുക. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? പ്രവചനം തുച്ഛീകരിക്കരുതോ, ആത്മാവിനെ കെടുക്കരുതോ, അതുപോലെ തന്നെ ദോഷം വിട്ടകലണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. എല്ലാം ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. 1 പത്രോസ് എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ
നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതെയാക്കണം. അവിടെ ഒന്നുകൂടി ഞാൻ വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതെയാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ വചനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെന്തൊക്കെ ചെയ്താലും നമ്മൾ നന്മ ചെയ്യുക. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് വരുന്ന സകലതും സകല ദോഷവും നമ്മെ വിട്ടകലും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആളുകൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. അതിന് ആ വചനത്തെ ഒന്ന് മുറുകെ പിടിച്ചു നോക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾ തിന്മ ചെയ്യുന്തോറും നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തവരെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. ദൈവം മാറോട് ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണോ തിന്മ പ്രവർത്തിക്കുന്നത്, ആരാണ് നമ്മെ അപമാനിക്കുന്നത്, നിങ്ങൾ അവരുടെ പിന്നാലെ പോകാനോ അവർക്കെതിരെ പ്രാർത്ഥിക്കാനോ അവർക്കെതിരെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാനോ അല്ല നമ്മൾ തയ്യാറാകേണ്ടത്. പ്രിയരെ, നമ്മൾ നന്മ ചെയ്യുവാൻ ചാൻസ് കിട്ടിയാൽ നമ്മൾ നന്മ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മിൽ വസിക്കുന്ന ദൈവം നമ്മെ ഉയർന്ന നിലവാരങ്ങളിൽ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നാളുകൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഒരു ഭാഗം കൂടി വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം. എന്ത് ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്? മനസ്സിന്റെ ശുദ്ധീകരണം. നമ്മുടെ കണ്ണ്, ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നും, കണ്ണ്, ചെവി, ശബ്ദം, നമ്മുടെ പ്രവർത്തികൾ, ഇവയ്ക്കൊക്കെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആ ഒരു നിലവാരങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുവാനായിട്ട് തയ്യാറാകണം. ഇനി ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം എന്നെന്ന് പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവരുത്. നിങ്ങൾ ഈ വചനങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക, ചിന്തിക്കുക. പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിക്കുക. വചനം പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിജയം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ദൈവത്തിന് വേണ്ടി ഓടി. എൻ്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് അല്പസമയം ദിവസങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുന്നു. ഞാൻ വളരെ സങ്കടപ്പെട്ട്, കർത്താവെ, ഞാൻ തുടർന്നുള്ള നാളുകളെ എന്ത് ചെയ്യുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 1 രൂപയ്ക്ക് പോലും കുറവ് വരാതെ എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ കരം പിടിച്ച് നടത്തുകയാണ്. ആ അനുഭവത്തെ എനിക്ക് വളരെയധികം എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ദൈവാത്മാവ് പറഞ്ഞത്, നീ ചെയ്തത് ഞാൻ ഓർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രവചനം തുച്ഛീകരിക്കാതെ അതിനെ ചിന്തിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സകലതിനെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കുകയാണെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മെ ഓർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ഈ നാളുകളിൽ നമ്മൾ മറന്നു പോകരുത്. പ്രിയരെ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയമാണ് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും പല ചിന്തകളിൽ നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികളൊക്കെ തെറ്റായ ചിന്തകൾ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് ശോധന ചെയ്താൽ മതി. അത് നല്ലതാണോ? അതെന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നല്ലതാണെങ്കിൽ മുറുകെ പിടിക്കുക.
അതിനെ ഫോളോ ചെയ്യുക, ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ കൈത്താങ്ങും. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്തത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആമേൻ. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കാം. അബ്രഹാം തൻ്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ, വാഴ്ത്തത്ത സന്താനമാണ്, പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. ആ സന്താനത്തെ ദൈവം ചോദിക്കുകയാണ്, ആ മകനെ എനിക്ക് യാഗം കഴിക്കണം, എനിക്ക് വേണ്ടി യാഗം കഴിക്കണം എന്ന ചോദ്യം അബ്രഹാമിന്റെ കർണങ്ങളിൽ കേട്ടപ്പോൾ തന്നെ താൻ അടങ്ങിയിരുന്നില്ല. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് താൻ ചെയ്യുവാനിടയായി. അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറായപ്പോൾ, ആമേൻ, ആ മകനെ കൊല്ലുന്നതിനു മുമ്പിൽ അവന് വേണ്ടി ദൈവം അവിടെ ചിലത് ഒരുക്കുവാൻ, ഒരു ആട്ടുകുട്ടിയെ ഒരുക്കുവാൻ ഇടയായി. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി തീരും എന്ന് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പു തരുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാനിത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാ. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ഈ നാളുകളിൽ ചെയ്യുക. ആമേൻ. ദാവീദ് പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. ആ പഠനം ഇന്ന് അല്പമായി ചിന്തിക്കുവാൻ നമുക്ക് കർത്താവ് സഹായിച്ചു. ഈ വചനങ്ങൾ എന്നോടാണ് സംസാരിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിശ്ചയമായിട്ടും നമ്മളെ ഓർക്കും, നമ്മളെ ബലപ്പെടുത്തും, ദൈവം നമ്മളെ താങ്ങും. ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.